ജാസി പെണ്ണാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആണാണോ എന്ന് ചോദിച്ചാലും അല്ല. പിന്നെ ഇത്രയും പുട്ടിയിട്ട് പട്ടിഷോ കാണിക്കാൻ ജാസി ആരാ? ഇപ്പൊ മോള് ചോദിച്ചു ജാസി ആണാണോന്ന് വെച്ചാൽ അല്ല, പെണ്ണാണോന്ന് വെച്ചാൽ അല്ല. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ തിരിച്ചു ചോദിക്കാണ്, മോള് പെണ്ണാണോ? ജാസി ഇപ്പൊ എന്റെ കാര്യത്തിൽ എന്റെ ജെൻഡർ ഞാൻ തുടക്കം തൊട്ടേ പെണ്ണാണെന്നുള്ള ഐഡന്റിറ്റി തന്നെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, മോള് കല്യാണം കഴിച്ചു, മോള് കുട്ടിയുണ്ട്, ഒക്കെ റെഡിയാണ്. മോള് പെണ്ണാണുള്ളതിന്റെ തെളിവ് എന്താണ്? അതാണ് എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. എന്നോട് മോള് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തിരിച്ചു ജാസി ചോദിച്ചത്. കുട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു ജെൻഡറിന്റെ ഒരു റിപ്ലൈ ആണ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. ജാസി ഓൾറെഡി ജെൻഡർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മെയിൽ ആണെന്ന് പറഞ്ഞു, പിന്നെ ഒരു കല്യാണം കഴിച്ചു, പിന്നെ അത് ഫീമെയിൽ, ഞാനൊരു ഫീമെയിൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ ജാസിന്റെ ജെൻഡർ എന്താന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കടക്കം മലയാളികൾക്ക് കൂടുതലായിട്ടുള്ള ഒരു ഡൗട്ടാണിത്. അത് ഉത്തരം പറ. അത് ഇപ്പൊ ഇത് എന്റെ ജെൻഡർ ആണെന്ന് പറഞ്ഞ് ഞാൻ നെയിം ബോർഡ് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും ഈ ചോദ്യം ആൾക്കാർക്കൊക്കെ ഞാൻ ഇങ്ങനെ തുണി കാണിച്ചു കൊടുക്കണം. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ട്രാൻസ് ആണ്. അത് ഓൾറെഡി ഇനിയിപ്പോ ട്രാൻസ് ആണെന്ന് ചോദിച്ചാൽ അതിന് എന്താ തെളിവെന്ന് ചോദിച്ചാൽ എനിക്ക് മാടി കാണിച്ചു തരാൻ വേണ്ടി പറ്റത്തില്ല, പക്ഷെ എനിക്ക് ഐഡി കാർഡ് കാണിച്ചു തരാൻ വേണ്ടി പറ്റും. 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ആണ് പുതിയ വിശേഷം. ഇപ്പൊ പുതിയ വിശേഷങ്ങൾ നന്നായി പോകുന്നു. ഇങ്ങനെ കുറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിട്ട് പോവാണ്. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു ബിസി ഷെഡ്യൂൾ ആണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ യാത്രകൾ, അങ്ങനെയൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. എനിക്ക് സത്യം പറഞ്ഞാൽ ഉമ്മയുടെ ഒരു ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആഷിയുടെ ഉമ്മയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഒന്നാവും, ഞങ്ങൾ ശരിയാവേണ്ട ആൾക്കാരായിരിക്കാം. വിഷമിക്കരുത്, മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. അതുകൊണ്ട് പിന്നെ ഏതൊരു ആ ഉമ്മാന്റെ സ്ഥാനത്ത് ഏതൊരു ഉമ്മയാണെങ്കിലും പ്രതികരിക്കുന്ന രീതി തന്നെയാണ് ഉമ്മയും പ്രതികരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ?